അങ്ങനെ വെക്കേഷനായി, ലാസ്റ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. നമ്മൾ പോകുന്നത് കുറച്ച് ദൂരെ ഒരു വലിയ യാത്രയാണ്. കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയതാണ്. ബസ്സുണ്ട്, നോക്കിയ ബസ് കാണുന്നില്ല. ടാക്സി വിളിക്കണം. ഒറ്റക്കാണ്, ഒരു ലോങ് ജേണിയാണ്. ടാക്സി നോക്കട്ടെ, പുറത്തേക്ക്. ഓക്കെ, ടാക്സി വിളിച്ചിട്ട് കാണാം. നമ്മൾ റോഡിലെത്തി. സമയം ഇപ്പോൾ 2 മണിയായി രാത്രി. നമ്മുടെ ഫ്ലൈറ്റ് 5:30ക്കാണ്. ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഞാൻ പുറത്തിറങ്ങി ടാക്സി ബുക്ക് ചെയ്യണം. ഒറ്റയ്ക്കുള്ളൂ, ട്രാവൽ ചെയ്യാനൊരു രസമാണ് ഒറ്റയ്ക്ക്. ഒരു ടാക്സി ഉണ്ടോ? ബസ്സില്ല. ബസ് ലാസ്റ്റ് ബസ് പോയി. ടാക്സി ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് അറിയില്ല. സമയം ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാൻ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആരെങ്കിലും കിട്ടി പോകണം. വണ്ടിയുള്ള 2 പേരുണ്ട്, അല്ലെങ്കിൽ ടാക്സി എടുക്കും. ഓക്കെ, നോക്കട്ടെ ടാക്സി ഉണ്ടോ. ടാക്സി ബുക്കായി 5 മിനിറ്റ്. അത്ഭുതം, ഞാൻ ടാക്സി കിട്ടൂലെന്ന് വിചാരിച്ചാണ്. രാത്രി 2 മണിയല്ല, നാട്ടിലത്തെ പോലെ അല്ല. ഇവിടെ നൈറ്റ് വളരെ ഡിഫിക്കൽട്ടാണ് ടാക്സിയും ബസ്സൊക്കെ കിട്ടാൻ, പ്രത്യേകിച്ച് എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ. കാണിക്കുന്നുണ്ട്, വന്നാൽ പറയാൻ വന്നു. ഓക്കെ, നമ്മുടെ ടാക്സി വന്നു ഗൈസ്. ഹായ്, താങ്ക് യു. ടാക്സി വന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് ഗേയ്സ്. മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട്, ലൂക്ക എയർപോർട്ടിലെത്തി. നമ്മുടെ ഡ്രൈവർ ഗോകാർട്ട് ഡ്രൈവറാന്ന് തോന്നുന്നു, ഒടുക്കത്തെ ഫാസ്റ്റ്. നമ്മളിവിടുന്ന് പോകുന്നത് മാൾട്ട ടു ക്രാക്കോ, പോളണ്ടിലേക്കാണ്. പോളണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് 5:50-നാണ്. ഇപ്പോൾ 2 മണി ആയിട്ടുള്ളൂ. 3 മണിക്കൂർ ടൈമുണ്ട്. കുറച്ച് നേരത്തെയാണ്. ഞാൻ ബസ് കിട്ടിയില്ലെങ്കിൽ, ടാക്സിയും കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ശല്യപ്പെടുത്താം, അവരെ ഫ്രണ്ട്സിനെ ശല്യപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് എത്ര നേരത്തെ ഇറങ്ങിയത്. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ നമ്മുടെ പെട്ടിയുടെ നമ്പർ ലോക്ക് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ലോക്കില്ല. ഇപ്പോൾ ഇവിടെ റാപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റാപ്പും ചെയ്യണം. ഓക്കെ, ഇനി ഒരു 3 മണിക്കൂർ കൂടെ പോസ്റ്റ്. ഈ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും വ്ളോഗിൽ എൻ്റെ ചാനലിൽ ഈ എയർപോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണിക്കണേ. നിങ്ങൾ പല യൂട്യൂബർമാരുടെ വ്ളോഗിലും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. നല്ല ബിസി എയർപോർട്ടാണ്, പക്ഷേ ഈ സമയം അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ബോർഡിൽ നമ്മൾ ഫ്ലൈറ്റ് കാണിക്കുന്നുണ്ട്, കേട്ടോ. ക്രാക്കോ 5:55-നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഒരു മനുഷ്യനില്ല. ഇത് ഈ സമയം അതുകൊണ്ടാണ് എവിടെയെങ്കിലും പോയിട്ട് കുത്തിയിരിക്കാം. റാപ്പ് ചെയ്യണം, എന്തെങ്കിലും സെറ്റപ്പ് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും കണ്ടില്ല. സാധാരണ എയർപോർട്ടിൽ ഉണ്ടാവേണ്ടതാണ് റാപ്പിംഗ് മെഷീൻ, പക്ഷെ ഒന്നുമില്ല. ഓക്കെ, ചെക്ക് ഇൻ ചെയ്യാൻ കൗണ്ടറൊന്നും തുറന്നിട്ടില്ല. ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്, അതായത് റൺവേയുടെ വ്യൂ ഒക്കെ കിട്ടുന്നത്. പോയി നോക്കാം. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ, പോയി നോക്കാം. ലിഫ്റ്റിൽ 3rd ഫ്ലോറിലാണ് ഒബ്സർവേഷൻ ഡെക്ക്. ഒബ്സർവേഷൻ ഡെക്ക് നല്ല വ്യൂ, റൺവേയുടെ നല്ല വ്യൂ കിട്ടും ഇവിടെ. ഇതാ മാൾട്ട എയർപോർട്ടിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളി ഫ്ലൈറ്റ്. ഇതാണ് മാൾട്ട എയർപോർട്ടിൻ്റെ ഒരു മിനിയേച്ചർ. നമ്മളിത് ഇവിടെയാണ് ടാക്സിക്ക് വന്ന് ഇറങ്ങിയത്. ഇവിടെ അടിപൊളി. പിന്നെ ഇവിടുത്തെ ഹിസ്റ്ററി, എയർപോർട്ടിൻ്റെ ഹിസ്റ്ററി, പഴയ പിക്ചേഴ്സ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓവർ 100 ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്.
ടോപ്പ് 15 ഡെസ്റ്റിനേഷൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആംസ്റ്റർഡാം, ഏതൻസ്, ബാഴ്സലോണ, ബാരിയിൽ ഞാൻ പോയിട്ടുണ്ട്, ബെർഗാമോയിൽ പോയിട്ടുണ്ട്, പിന്നെ 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 കത്താനിയ പോയിട്ടുണ്ട്. മോസ്റ്റ്ലി ഇറ്റാലിയൻ എയർപോർട്ട്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രാങ്ക്ഫർട്ട് പോയിട്ടുണ്ട്, ഇസ്താംബുൾ പോയിട്ടുണ്ട്, മാഡ്രിഡ് പോയിട്ടില്ല, ലണ്ടൻ പോയിട്ടില്ല, മിലാൻ പോയിട്ടില്ല. കണ്ടോ, ഈ എയർപോർട്ടിൻ്റെ നെറ്റ്വർക്കാണ് ഈ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലേക്ക്, ഈസ്റ്റേൺ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ്, ഇബേറിയൻ പെനിൻസുല, ഇതിന് ആദ്യമായിട്ട് ഞാൻ കേട്ടോ. UK, മാൾട്ട എന്നുള്ള ഇത് മെഡിറ്ററേനിയൻ ബേസിൻ, കൊള്ളാം. ഇതൊക്കെ പുതിയ വാക്കുകളാണ് എനിക്ക്. എയർപോർട്ടിന് കിട്ടിയിരിക്കുന്ന എന്തൊക്കെയോ ഗപ്പുകളാണ് ഗൈസ്. ഇതേണ്ട ബെസ്റ്റ് എയർപോർട്ട് വിന്നർ മാൾട്ട ഇൻ്റർനാഷണൽ. 5 to 10 million പാസഞ്ചേഴ്സ്. എന്താല്ലേ, ചെറിയൊരു മ്യൂസിയത്തിലെത്തിയ പോലെ ഇല്ലേ. ഇവിടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. 1920s സിവിൽ ഏവിയേഷൻ ലാൻഡ് ഇൻ മാൾട്ട. പിന്നെ 1956 to 58 കൺസ്ട്രക്ഷൻ ഓഫ് സിവിൽ ആൻഡ് എയർ ടെർമിനൽ ഇൻ ലൂക്ക. റൺവേ 1977 റൺവേ. ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററിയാണ് ഗൈസ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1987 നടന്ന കാര്യങ്ങൾ. പിന്നെ 1989 എയർപോർട്ട് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ്, തറക്കല്ലിട്ടു. മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് ഇനാഗുറേറ്റഡ് ഓൺ ഫെബ്രുവരി 1992. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. 1994 നടന്ന കാര്യങ്ങൾ. 1998 2000. ഇവിടെ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ 2000 വന്നിട്ടുണ്ട്. 2000. 1998 കൊള്ളാം. നമ്മുടെ എയർപോർട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നറിയില്ല. സ്റ്റീവൻ സ്പിൽബർഗ് 2005 ഇവിടെ വന്നിട്ടുണ്ട്. 2009 ടെർമിനൽ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തു. വാവ്. ക്യൂൻ എലിസബത്ത് വന്നിട്ടുണ്ട് ഇവിടെ 2014. 2016, 2018, 2020, 2021 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തരാം. 2022 പോപ്പ് ഫ്രാൻസിസ് 2023 ബെസ്റ്റ് എയർപോർട്ട് ഇൻ യൂറോപ്പ്. 2024 ബെസ്റ്റ് എയർപോർട്ട് ഇൻ യൂറോപ്പ്. ഡോർ തുറന്ന് നമ്മൾ ഡെക്കിലേക്ക് കയറണം. ആരുമില്ല. ഞാൻ എപ്പോൾ വരുമ്പോഴോ ഇവിടെ ആരും ഉണ്ടാവില്ല. ഫ്ലൈറ്റുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. റയനെയർ ഉണ്ട്, മാൾട്ട എയർ ഉണ്ട്, പിന്നെ റയനെയർ തന്നെയാണ് കൂടുതലും. റയനെയർ, അതും റയനെയർ, ഇതും മാൾട്ട. റയനെയർ യൂറോപ്പിൻ്റെ ഒരു KSRTC ബസ് പോലെയാണ്. എയർപോർട്ടിൽ നമ്മുടെ ഒരുപാട് മലയാളീസും ഇന്ത്യൻസും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയൊരു 3 മണിക്കൂർ പോസ്റ്റ്, അതിൽ 1.5 മണിക്കൂർ കഴിഞ്ഞു. ഒബ്സർവേഷൻ ഡെക്ക് കണ്ടോ ഗൈസ്? നല്ല അടിപൊളി, എന്താ പറയുക, അടിപൊളി ഗാലറി, പവലിയനും ഡിപ്പാർച്ചർ ലിസ്റ്റൊക്കെ ഇവിടെ നിന്ന് കാണാം. ഡിപ്പാർച്ചർ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ലിസ്റ്റിലുണ്ട്.
ഫുൾ ലിസ്റ്റാണ് കേട്ടോ. നമ്മുടെ ലിസ്റ്റ് ഇവിടെ, നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ 5:55 ഫ്ലൈറ്റ് ഇതിൽ കാണിക്കുന്നില്ല. യെസ്, ലിസ്റ്റ് വന്നു. അതിൽ ക്രാക്കോ 5:55 ക്രാക്കോ ഓൺ ടൈമാണ്. ലേറ്റ് അല്ല, ഓൺ ടൈമാണ് കാണിക്കുന്നത്. സോ ഞാൻ കുറച്ച് നേരം ഇവിടെ വെറുതെ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് റൈനറിലെ. അത് ഇങ്ങോട്ടാണ് വരുന്നത്. നല്ല സൗണ്ടുണ്ട്. ബജറ്റ് എയർലൈൻ ആണ് കേട്ടോ റൈനർ. യൂറോപ്പിലൊരു KSRTC പോലെയാണ് റൈനർ. വളരെ ചീപ്പാണ്, അഫോർഡബിളാണ്. ചീപ്പ് എന്ന് പറയുന്നത് അഫോർഡബിളാണ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. തിരിച്ചു ഏതാണ് ആ ലൈനിട്ട്, ആ ലൈനുമ്പോൾ കൂടെ തന്നെ ഓടിക്കണം. നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത്. എൻ്റെ ചെക്കിനൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഇവിടെ ഇതിൽ വന്നിട്ട് പവലിയിൽ വന്നിട്ട് കാണാം. ഇങ്ങനെ ഇവിടെ അടുത്തുനിന്ന് കാണാം. കറക്റ്റ് ആ മാർക്കിൽ കൊണ്ടു നിർത്തി. കറക്റ്റ്, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്നുമില്ല, പെർഫെക്റ്റ്. നമ്മൾ ഒരു ഓൾഡ് സിറ്റിയിൽ പോയായിരുന്നു, ഇവിടെ മാൾട്ടയിൽ. എന്തിനാ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇവിടെ ചെയ്യാൻ ഞാൻ 2 ദിവസം മടിയായിട്ട് ചെയ്തില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, ഇനി ചെക്കിങ് സമയത്ത് കാണാം. നമ്മളെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൾക്ക് വന്ന് തിരക്കൊക്കെ തുടങ്ങി. നമുക്ക് പെട്ടികളുകൊണ്ടാണ്. പെട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ ഗേറ്റിൽ നിന്ന് ചെക്കിങ് ചെയ്തൊക്കെ പോകാം. സോ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് റൈനറിൻ്റെ. എന്തായാലും ലഗേജ് കൊടുക്കട്ടെ. അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ബസ്സിലാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ടായി. ഫ്ലൈറ്റിലെത്തിയിട്ട് ഞാൻ പറഞ്ഞിരിക്കും. നമ്മളെത്തിയിട്ടാണ് ഫ്ലൈറ്റിൻ്റെ അടുത്ത്. ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെക്ക് ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോയപ്പോൾ അവരുടെ സ്റ്റാഫ് എൻ്റെ പാസ്പോർട്ടും ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലഗേജ് ഉണ്ടല്ലോ, അത് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് അവർ ചെക്ക് ചെയ്തു. അതിൽ എൻ്റെ പേരും എൻ്റെ പാസ്പോർട്ടുള്ള പേരും ചെറിയൊരു വ്യത്യാസം. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് എൻ്റെ സർനെയിം കൊടുക്കാൻ മറന്നുപോയി. സർനെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് എന്താ പറയുക, തിരക്കുള്ള സമയത്താണ് ബുക്ക് ചെയ്തത്. അങ്ങനെ മാൾട്ടയിൽ നിന്ന് പോളണ്ട് ടു അബുദാബി ടു അബുദാബി വരെയുള്ള പൈസ ഇപ്പോൾ ഞാൻ കൊടുത്തു. അബുദാബിയിൽ നിന്ന് പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ഫ്ലൈറ്റ്. പക്ഷേ ഈ 3 ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും എനിക്കിനി ഫൈൻ കൊടുക്കേണ്ടി വരും. 25,000 രൂപ. അതെ, 5 മണി, സൂര്യൻ ഉദിച്ചില്ല, നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ 25,000 രൂപ നഷ്ടം. ഈ വെക്കേഷൻ്റെ കംപ്ലീറ്റ് മൂടും ഇവിടെ പോയി. ഏതോ നേരം സമയത്ത് കാണാൻ ബുക്ക് ചെയ്ത് എനിക്കിപ്പോൾ തോന്നി. എന്തായാലും പോകാനുള്ള കാശ് പോയി. കയറാൻ പോകണം. എന്നാലും 25,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു. എന്തോരം പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാവടി തുള്ളി വന്നു ട്രാജഡി പോയിന്ന് കേട്ടല്ലേ, ഇത് അതുപോലെ ആയിപ്പോയി. മറക്കൂല കേട്ടാ റൈനറെ, മറക്കൂല. എന്നാലും ഒരു ഡിസ്കൗണ്ട് തരാം, ഒരു ഒന്നുമില്ല. റൈനറിൻ്റെ സ്റ്റാഫ് ഒരു എന്താ പറയുക, ഭയങ്കര റൂഡ്, ഒരു ദയമില്ലാത്ത ആൾക്കാർ. ഒരു ട്രാപ്പ് വെച്ചിട്ട് അതിൽ ഒരു ഇര വന്ന് വീഴുമല്ലോ, അതൊക്കെ സന്തോഷമാവും. പൈസ അവർക്ക് അത്ര കിട്ടുകയല്ലേ. ഒരു എഡിറ്റ് ചെയ്യണേ, നമുക്ക് ആപ്ലിക്കേഷനിലൊക്കെ എഡിറ്റ് ചെയ്യാം. പക്ഷെ അവരത് ഡിസേബിൾ ചെയ്ത് കളഞ്ഞു, ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതും ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ. ഒരുപാട് യാത്ര, ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട്, ഒരുപാട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ സാധ്യമാണ്, അതായത് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫുൾ ടൈം ചെയ്തിരിക്കണം, ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളതിന് പൈസ കൊടുക്കണം. എന്താണോ ആരും ഇതിനെ പ്രതികരിക്കാത്തത്? അതും ചെറിയ എമൗണ്ട് ഒന്നുമല്ല, 10-20 ഒന്നുമല്ല, 160 യൂറോ.
ഇപ്പം എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം, കേട്ടാൽ സൗണ്ടായിരുന്നു. ചെക്ക് ഇൻ കൗണ്ടറിൽ പോയപ്പോൾ ഞാൻ ഓൾറെഡി ഓൺലൈൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസിലുള്ള പേരും എൻ്റെ പാസ്പോർട്ടിലുള്ള പേരും ചെറിയ വ്യത്യാസം. എൻ്റെ സർനെയിമും ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നു. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് €160, അതായത് 16,000 രൂപ മേടിച്ചു. ഞാൻ കുറേ മാർക്കറ്റ് ചെയ്ത് നോക്കി, അതിൽ ആ പറഞ്ഞ എമൗണ്ട് ഒന്നും കുറയാനുണ്ടാവില്ല. ഞാൻ അത് അടച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോളണ്ട് ടു അബുദാബി പോകുന്നുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നടത്താൻ പറ്റും. അതിൻ്റെ ബോഡി പാസ് നോക്കിയപ്പോഴും അതിലും ഞാൻ അതേ മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, സർനെയിം കൊടുക്കണ്ടാക്കി അതിൻ്റെ കംപ്ലീറ്റ് ഔട്ടായി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അതിൻ്റെ ഒരു സങ്കടം. പോകേണ്ട കാശ് എൻ്റെ ശ്രദ്ധക്കുറവ്, എനിക്ക് വന്ന് ശ്രദ്ധക്കുറവ്. ഇനി 5-ാം തീയതി ഫ്ലൈറ്റ് ഉണ്ട് അബുദാബി ടു കൊച്ചി. അതിലും ഈ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കയറി ഇരിക്കട്ടെ. എല്ലാം കാശ് മേടിച്ചിട്ട് All you need to do is turn on Bluetooth on your phone, log in to the Ryanair app or in-flight arrangements, നമുക്ക് ആവശ്യമുള്ള കിട്ടുന്നുണ്ട്. ഓർഡർ ചെയ്യാം, പേ ചെയ്ത് കഴിഞ്ഞാൽ just press the call bell above your head and a crew member will be with you shortly. പൈസ അവരുണ്ടായിരുന്നു മേടിച്ചു. ഫ്രീ ആയിട്ടതിൽ കിട്ടാവും. ഈ ഫ്ലൈറ്റിലുള്ള യാത്രക്കാർ കംപ്ലീറ്റ് ഇത് കോട്ടിലേക്കുള്ള ഫ്ലൈറ്റാണല്ലോ. അപ്പോൾ എല്ലാവരും ഭാഷ സംസാരിക്കുന്നത്. ഞാനൊരു 3 കോട്ടുണ്ടായിരുന്നു. സോ എനിക്ക് കേട്ടാൽ കുറച്ച് മനസ്സിലാവും. അത്യാവശ്യം പിടിച്ചേക്കുന്ന ഇംഗ്ലീഷ് ശരിയാണ്. ഒഡീഷ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല ആൾക്കാരാണ്. പക്ഷേ എനിക്കൊരു റേസിസ്റ്റ് അനുഭവം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് റേറാണ്, വളരെ റേറാണ്. ആൾക്കാർ Krakow, Poland. The height of Jewish success and collapse in Krakow's history dates back to the 7th century, when it grew from a small settlement on Wall Hill into a busy trading center. It served as the capital of Poland from 1038 until 1596, during which time it flourished as a center of culture, art and learning, especially after the founding of Jagiellonian University in The city's historic center was declared a UNESCO World Heritage Site in 1978. Early history. Ancient origin settlements existed in the area for thousands of years, with origins traced to a small village on Wall Hill around the 7th century. Establishment. The city was first mentioned in historical records in 965 as a busy trading hub. Kingdom of Poland. In 1038, Casimir I the Restorer moved the capital of the Kingdom of Poland to Krakow, making it the nation's political center until 1596, modern era. Post-Wili. The city's historic Jewish quarter, Kazimierz, was abandoned after the German occupation and the relocation of its Jewish population to the ghetto. Medieval and Renaissance periods. Growth and prosperity. The city expanded rapidly as a trade center and flourished further under rulers like Casimir the Great, who founded the Jagiellonian University in 1364. Golden Age. The Jag-io dynasty period 1386-1572 is considered Krakow's golden age.
attracting artists and scientists who created impressive architecture, including Wall Castle. Magdeburg writes after being devastated by Tatar invasions in the 13th century, the city was rebuilt and granted Magdeburg rights in 1257, giving it a municipal constitution. Decline and occupation. ഗൈസ്, അങ്ങനെ നമ്മൾ പോളണ്ടിലെത്തി. ഇവിടുന്ന് ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ പോളണ്ട് ടു അബുദാബി ഫ്ലൈറ്റ് ഉണ്ട്. Wizz Air ആണ്. അതിനിപ്പോൾ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇനി ലഗേജ് എടുക്കണം. ലഗേജ് എടുത്തിട്ട് ഒന്നുകൂടെ ചെക്കിൻ ചെയ്യണം ആ ഫ്ലൈറ്റിലേക്ക്. നമ്മളിപ്പോൾ പോളണ്ടിൽ ക്രാക്കോ എന്ന് പറയുന്ന എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് ലാൻഡായി. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഗേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല അടുത്ത ഫ്ലൈറ്റിനുള്ള. അബുദാബി Wizz Air.